നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്നേ. അതാണ് സംഭവം. അത് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സമർത്ഥമായിട്ട് തന്നെ. ഇവിടെ കേരളത്തിലൊരു അച്യുതാനന്ദനുണ്ട്. അത് പി ശശി, പിണറായി വിജയൻ, എം.ആർ. അജിത് കുമാർ അച്യുതാനന്ദൻ തന്നെയാണ്. ദാർവേസ് ഷാഹിബ് എന്ന് പറയുന്ന വെറും ഒരു നോക്കുകുത്തി മാത്രമാണ്. അദ്ദേഹത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടിരുന്നിട്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണം ഇവർ മൂന്നും ചേർന്ന് നടത്തുന്നത്. മുഖ്യമന്ത്രി അറിയാതെ, ദർവേസ് സാഹബ് അറിയാതെ ഇതൊന്നും നടക്കുകയില്ല. ഇത് അജിത് കുമാറിൻ്റെ തൊപ്പി തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അൻവറിൻ്റെ വെടി ഉന്നം പിഴച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന പത്രങ്ങൾ കേരളത്തിലെ വായനക്കാരോട്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ മാപ്പ് പറയണം, തെറ്റായ വിവരങ്ങൾ നൽകിയത്. തൊപ്പി തെറിച്ചു, രണ്ടുപേരുടെ തൊപ്പി അദ്ദേഹം തെറിപ്പിച്ചു. അൻവർ ഒരു പത്രസമ്മേളനത്തോടെ മലപ്പുറത്തെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് കൊട്ടി ഘോഷിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് അൻവർ അങ്ങ് ഹീറോ ആയി. അവരുടെ വില്ലനായിരുന്ന PV അൻവർ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ചില്ലേ എല്ലാം? മല എലിയെ പ്രസവിച്ചതുപോലെ ആയിത്തീർന്നില്ലേ? എം.ആർ. അജിത് കുമാറിനെതിരെ എം.ആർ. അജിത് കുമാർ തന്നെ ഇപ്പോൾ അതാ അന്വേഷണം നടത്തുന്നു. എനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് അല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. PV അൻവർ എന്ന് പറയുന്ന ആള് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അരമണിക്കൂർ സംവാദം മുഖ്യമന്ത്രിയുമായിട്ട് അവിടെ നടത്തി. ഇനി മേലെ അദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങുകയില്ല. ഒരു സഖാവ് എന്നുള്ള നിലയിലുള്ള തൻ്റെ ദൗത്യം അവസാനിച്ചു എന്ന് പറഞ്ഞു. മുൻകൂറായി തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലാ കലക്ടറുടെ അനുമതി വാങ്ങിയിട്ടുണ്ട് ഒരു തോക്ക് ലൈസൻസിന് വേണ്ടി. സ്വന്തം ജീവനിൽ പോലും പേടിയുള്ളവനായിട്ടാണ് ഈ PV അൻവർ തിരിച്ചു പോകുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്നേ. അതാണ് സംഭവം. അത് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സമർത്ഥമായിട്ട് തന്നെ. ഇവിടെ കേരളത്തിലൊരു അച്യുതാനന്ദനുണ്ട്. അത് പി ശശി, പിണറായി വിജയൻ, എം.ആർ. അജിത് കുമാർ അച്യുതാനന്ദൻ തന്നെയാണ്. ദാർവേസ് ഷാഹിബ് എന്ന് പറയുന്ന വെറും ഒരു നോക്കുകുത്തി മാത്രമാണ്. അദ്ദേഹത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടിരുന്നിട്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണം ഇവർ മൂന്നും ചേർന്ന് നടത്തുന്നത്. മുഖ്യമന്ത്രി അറിയാതെ, ദർവേസ് സാഹബ് അറിയാതെ ഇതൊന്നും നടക്കുകയില്ല. ഇതൊക്കെ അങ്ങനെ നടന്നു പോവുക തന്നെയാണ്. PV അൻവർ വിചാരിച്ചാൽ ഇതിനകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. അത്രയേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ തുടരും. പാർട്ടിയുടെ പാലക്കാട്ട് ഘടകം ഇപ്പോൾ P ശശിയെ KTDC ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ജില്ലാ കമ്മിറ്റിയും പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നും പാർട്ടിക്കില്ല. MV ഗോവിന്ദൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അനുസരിച്ചാണ്. ഇതിനപ്പുറം കാര്യമായിട്ടൊന്ന് EP ജയരാജനെ ഒതുക്കണമെന്നുള്ളത് ഇവരുടെ ഈ പറഞ്ഞ ഗ്യാങ് ഓഫ് 3 മൂവർ സംഘത്തിൻ്റെ ഒരു അജണ്ടയായിരുന്നു. അത് ഭംഗിയായിട്ട് തന്നെ നടപ്പാക്കിയും കഴിഞ്ഞു. ഇനി അൻവറിനെ നിശബ്ദനാക്കുക എന്നുള്ളത് അതും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അവർ ആ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അച്യുതാനന്ദൻ്റെയും അദ്ദേഹത്തിനൊപ്പം നിന്നവരുടെയും ഒക്കെ ഒതുക്കൽ പ്രക്രിയ എത്ര വിജയകരമായിട്ട് നടത്തി അതാർക്ക് അറിയാം. ഔദ്യോഗിക വിഭാഗമായിട്ട് ഇപ്പോൾ ശോഭിക്കുന്ന വിഭാഗത്തിന് അറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്താ? ഇന്നലെ ആകാശത്തൊന്ന് പൊട്ടു വീണ ആൾ. എത്ര നാളായിട്ട് പാർട്ടിയിൽ കൊണ്ടും കൊടുത്തും ഒക്കെ നിന്നയാളാണ് അദ്ദേഹം. ഇതൊക്കെ അറിയാതാണ് ഇരിക്കുന്നത്. എവിടെ ഏതെന്ത് ചലനമുണ്ടെങ്കിലും അത് അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി. അല്ലാതെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം. ശരിക്കും ആ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കിയിരിക്കും. അതാണ് ഉരുക്കുമുഷ്ടിയോടുകൂടി അദ്ദേഹം നടപ്പാക്കിയിരിക്കും. ഒരു സംശയവുമില്ല. അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്യുകയില്ല. ഉറച്ച ആ മാർക്സിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയത്തില്ല, ഒതുക്കേണ്ടവരെയൊക്കെ ഒതുക്കിക്കൊണ്ട് ഒക്കെ മുന്നോട്ട് പോകുന്ന ആൾ. സൗമ്യമായിട്ടുള്ള ശബ്ദമാണെങ്കിലും ഉരുക്കിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യമെന്ന് ഞാൻ പറയുന്നില്ല, ദാർഢ്യം എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ പത്രക്കാർക്ക് അദ്ദേഹത്തിന് ഇത്ര നാളായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാഞ്ഞിട്ടും. അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം പാഴായിപ്പോയി. ഇന്നലെ കുറേ അന്തിച്ചർച്ചകളിലൊക്കെ ഉയർന്നു കേട്ട പ്രവചനങ്ങളൊക്കെ കേട്ടാൽ തോന്നി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ തെറിച്ചു പോകുന്നു. ഒരു ചുക്കും സംഭവിക്കുകയില്ല. അസ്വാഭാവികമായിട്ടുള്ള ഒന്നും നടക്കുകയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടുന്നത് തടയാൻ എന്ത് മാർഗം ഉണ്ടെന്നുള്ള ഒരു തന്ത്രം, അതാണിപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമർത്ഥമായിട്ട് സാധിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് രാജിവെക്കണമെന്നുള്ള പ്രക്ഷോഭം ഉണ്ടല്ലോ, ആ പ്രക്ഷോഭത്തിൻ്റെ മണ്ടയ്ക്ക് നല്ല ഒരു അടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേറെക്കുറെ ഒതുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ പണ്ട് പത്രക്കാരെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കും. നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ അത്യുക്തോടു കൂടി വളരെ ആവേശകരമായിട്ടൊക്കെ ഇന്നലെ വാർത്ത തൊപ്പിത്തെറിക്കുന്നു അൻവർ തൊപ്പിത്തെറിപ്പിച്ചു എന്നുള്ള മട്ടിൽ. അതുപോലെ ഇന്നും വളരെയധികം അത്യുക്തി കലർത്തി അദ്ദേഹം
കുഴിച്ചു മൂടിയ ചിന്തകളുമായിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്. ആ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. എന്തൊക്കെയാണിത്? അതുപോലെ കവടിയാർ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ കോടികൾ മുടക്കി ഒരു കൊട്ടാരം അദ്ദേഹം പണിയുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇല്ല എന്നുള്ള സത്യം. ഒരന്വേഷണവും ഇല്ല. പിന്നെ ഇതൊക്കെ ഡി ജി പി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡി ജി പിമാരെപ്പോഴും വിനീത വിധേയന്മാരായിരുന്നു. ഇതിനു മുമ്പ് ഇരുന്ന 2 ഡി ജി പിമാർ ഇങ്ങനെ തന്നെയായിരുന്നു. അത് കരുത്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ, കരുത്തന്മാരായ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഇത് തന്നെ സംഭവിക്കുകയുള്ളൂ. അതുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ മുകേഷിൻ്റെ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യുക. അതിൽ നിന്ന് കൈവിട്ട ശ്രദ്ധ പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. സ്ത്രീകളുടെ പക്ഷം നിന്ന് സ്ത്രീകൾക്കെങ്കിലും അല്പം നീതി കിട്ടാൻ വേണ്ടി സഹായിക്കുക. അവിടെ നിന്ന് വഴുതി മാറി മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം വളരെ അതിന് വിജയം നൽകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.